പാമ്പിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പാമ്പൊക്കെ വന്ന് ഉപദ്രവിക്കുവോ? പാമ്പിനെ നേരിട്ട് കണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണു എങ്ങനെയാണ് സർപ്പത്തിന്റെ പുറത്ത് കിടക്കുന്നത് അതുപോലായിരുന്നു ഞാൻ. ആർക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അശുദ്ധമായിരിക്കുമ്പോൾ പോലും അവരെന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല. ഈ ഭാഗത്തൊക്കെ പാമ്പിന്റെ ശല്യം ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായി ഞാൻ കിടക്കുന്നതിന്റെ മേളില് അപ്പൊ മണ്ണ് പൊഴിയുന്ന കണ്ടോണ്ട് ഞാൻ മേപ്പെട്ട് നോക്കിയപ്പോ കൈ വെച്ചാൽ എന്നെ കടിക്കും. അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇവരെല്ലാം അപ്പുറത്ത് കിടക്കുന്നത്, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നു. അന്നേരം ഞാൻ ഇതിനോട് ചോദിച്ചു, നീ എന്തിനാ എന്റെ അടുക്ക വന്നേ? നീ ഇറങ്ങി വിളി, നിനക്ക് ഇവിടെ അല്ലേ ഇരിക്കാൻ സൗകര്യം, നീ പുറത്തു പോകാൻ പറഞ്ഞു. നീ എന്നോട് എന്താ എപ്പോഴേ പറയാഞ്ഞെന്ന് ചോദിച്ചോണ്ട് അത് തന്നെ ഇറങ്ങി. പക്ഷെ മൂർഖൻ പാമ്പിനെ വഴക്ക് പറഞ്ഞു. അതിന് മനസ്സിലായി, നീ എന്തിനാ ഇവിടെ വന്നേ? നീ മനുഷ്യന്റെ കൂടെ ഇറങ്ങാൻ പറഞ്ഞു വെളി, നിനക്ക് ഇവിടെ അല്ലേ ഇരിക്കണേ, നീ കാട്ടി പോന്ന് പറഞ്ഞു. അത് അന്നേരം തന്നെ ഇറങ്ങി. ആ പാതിരാത്രിക്ക് അത് അന്നേരം തന്നെ ഇറങ്ങി വെളിയിൽ പോയി. പിന്നെ അത് എങ്ങോട്ടാ പോയെന്ന് ഇല്ല.